1824 തിരുവിതാംകൂറിലെ റീജന്റായി ഭരണം നടത്തിയിരുന്ന റാണി ഗൗരി പാർവതി ഭായിയുടെ ആഗ്രഹപ്രകാരം തിരുവനന്തപുരത്ത് വള്ളക്കടവ് നിന്ന് വർക്കല വരെ നീണ്ടു നിൽക്കുന്ന പ്രദേശങ്ങളിലേക്ക് കായലുകളെ ഇടയ്ക്കിടയ്ക്ക് തോടുകൾ വെട്ടി ബന്ധപ്പെടുത്തിക്കൊണ്ടൊരു ജലപാത നിർമ്മിച്ചു. പാർവതി പുത്തനാർ എന്നാണ് ഇതിന്റെ പേര്. ഈ ഒരു ജലപാത വേളിയിലും പൂന്തുറയിലും സമുദ്രത്തിലേക്ക് തുറക്കുന്നത് കൊണ്ട് തന്നെ പ്രകൃതിയാൽ തന്നെയുള്ള ഒരു ശുദ്ധീകരണവും സാധ്യമായിരുന്നു. തിരുവനന്തപുരത്തെ വള്ളക്കടവ് മുതൽ വർക്കല വരെ ഇങ്ങനെ ഒരു ജലപാത കണക്ട് ചെയ്തുകൊണ്ട് നിർമ്മിച്ചപ്പോ മറ്റൊന്നുകൂടി സംഭവിച്ചു. ആദ്യഘട്ടത്തിൽ ഈ വള്ളക്കടവ് മുതൽ വർക്കല വരെയുള്ള ഗതാഗതത്തിനെ ഇത് വളരെയധികം സഹായിച്ചുവെങ്കിലും വർക്കലയ്ക്ക് അപ്പുറത്തേക്ക് ഈ ഒരു ജലപാതയെ നീട്ടിക്കൊണ്ടുപോകുന്നതിനായിട്ട് ഒരു തടസ്സമുണ്ടായിരുന്നു. അത് വർക്കല കുന്നാണ്. വർക്കല കുന്നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കുറച്ച് വർഷങ്ങൾ കൂടി കാത്തിരിക്കേണ്ടി വന്നു. അതായത് ആയില്യം തിരുനാളിന്റെ കാലത്ത് സർ ടി മാധവറാവു ദിവാനായിരുന്ന സമയത്ത് ബ്രിട്ടനിൽ നിന്ന് വന്ന വില്യം ബാർട്ടനെ ദിവാനായിട്ട് നിയമിക്കുകയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 1877 കാലത്ത് തിരുവിതാംകൂർ സർക്കാർ കനാലിന്റെ രണ്ടറ്റങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുവാൻ വേണ്ടി 2 തുരങ്ക ജലപാതകൾ നിർമ്മിക്കുകയുണ്ടായി. ഇത് വർക്കല തുരപ്പ് എന്ന് ഇന്നറിയപ്പെടുന്ന ഒരു തുരങ്കപാതയാണ്. അനന്തപുരിയിൽ നിന്ന് ഇതോടെ കൊല്ലം വഴി ആലപ്പുഴ, തൃശൂർ വഴി ഷൊർണൂര് വരെ ഈ കനാലിലൂടെ സഞ്ചരിക്കാമെന്ന ഒരു സ്ഥിതിയുണ്ടായി. അഞ്ചുതെങ്ങിൽ നിന്ന് നടയറ വഴി കൊല്ലത്തേക്കുള്ള ജലഗതാഗത മാർഗം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് TS കനാലിലൂടെയാണ് നടന്നിരുന്നത്. ഒരു കാലത്ത് കേരളത്തിലെ ജലഗതാഗതത്തിന്റെ നട്ടെല്ലായിരുന്നു ഇത്. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയാൻ കാരണം ഏകദേശം 2 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഭരണാധികാരികൾക്ക് പോലും ജലഗതാഗത മാർഗത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് എത്രമാത്രം അറിവുണ്ടായിരുന്നു എന്ന് ഓർമ്മിപ്പിക്കാനാണ്. വളരെ ചിലവ് ചുരുക്കി ചരക്ക് നീക്കം സാധ്യമാക്കുമെന്നതാണ് ഇതിൽ ഏറ്റവും വലിയൊരു നേട്ടമെന്ന് പറയുന്നത്. ഇപ്പൊ ഇന്നത്തെ കാലത്ത് മനുഷ്യർക്ക് സഞ്ചരിക്കാനായിട്ട് തീർച്ചയായിട്ടും മറ്റു പല മാർഗങ്ങളുമുണ്ട്. കാറുകളും വിമാനവും ട്രെയിനും ബസ്സും ഒക്കെ നമുക്കിന്ന് ഉപയോഗിക്കാം. എന്നാൽ ചരക്കുകൾ റോഡിലൂടെ പോകുന്നതിനേക്കാൾ വളരെ ചിലവ് കുറച്ച് വെള്ളത്തിലൂടെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ പദ്ധതികളിൽ ഒന്നാണ് ഇൻലാൻഡ് വാട്ടർവേസ് എന്ന് പറയുന്നത്. അതായത് ഏകദേശം ഈ ഇന്ത്യക്കകത്തുള്ള ജല സോഴ്സുകളെ എല്ലാം തന്നെ പരമാവധി ഉപയോഗപ്പെടുത്തുക. 2 രീതിയിലാണ്. ഒന്ന് ടൂറിസം രംഗത്ത്, രണ്ടാമത്തേത് ചരക്ക് നീക്കം പോലുള്ള കാര്യങ്ങൾക്ക്. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മുടെ ഗൾഫ് രാജ്യങ്ങൾ എടുക്കൂ, UAE ആയിക്കോട്ടെ, സൗദി ആയിക്കോട്ടെ, അവിടെയൊക്കെ നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ജലാശയങ്ങൾ കാണാൻ കഴിയും. നഗരങ്ങളുടെ സൗന്ദര്യം കൂട്ടുന്നതിനും മോടി പിടിപ്പിക്കുന്നതിനും ഒക്കെ ആയിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് അവർ പലതും നിർമ്മിക്കുന്നത്. കാരണം നമ്മുടെ കേരളത്തിന് അനുഗ്രഹിച്ച് കിട്ടിയതുപോലെ പ്രകൃതി ഗൾഫ് രാജ്യങ്ങളെ അനുഗ്രഹിച്ചിട്ടില്ല. അവർക്കില്ലാത്തത് അവർ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കുകയാണ്. എന്നാൽ നോക്കൂ, നമ്മുടെ ഇവിടെ എല്ലാം ഉണ്ടായിട്ടും നമ്മളത് ഉപയോഗിക്കുന്നില്ല. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ ഒട്ടാകെയുള്ള അവസ്ഥ അതായിരുന്നു കുറെ കാലം മുമ്പ് വരെ. സ്വാതന്ത്ര്യത്തിന് ശേഷം അധികാരമേറ്റ ഗവൺമെന്റുകൾക്ക് അല്ലെങ്കിൽ നെഹ്റു തൊട്ട് പിന്നീട് അങ്ങോട്ട് വന്ന പല സർക്കാരുകളും ഇൻലാൻഡ് വാട്ടർവേസിനെ പുനരുജ്ജീവിപ്പിക്കുവാനും അതിനെ കാലാനുസൃതമായി പരിഷ്കരിക്കുവാനും രാജ്യത്തിന്റെ എക്കണോമിക് ഗ്രോത്തിനും ഗതാഗത സംവിധാനങ്ങൾക്കും പരമാവധി പ്രയോജനപ്പെടുത്തുവാനും അമ്പെ പരാജയപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തിനേറെ പറയുന്നു, ഈ അടുത്തിടെ നമ്മുടെ കന്യാകുമാരിയിൽ ഒരു പുതിയ ഗ്ലാസ് ബ്രിഡ്ജ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ. പക്ഷെ ഈ ഗ്ലാസ് ബ്രിഡ്ജ് ഇരിക്കുന്ന സ്ഥലത്തേക്ക്, വിവേകാനന്ദ പാറയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ബോട്ടിൽ കയറി വേണം പോകാൻ. ഉള്ള കാര്യം പറയാമല്ലോ, അവിടെയുള്ള പല ബോട്ടുകളും കണ്ടാൽ കയറാൻ തോന്നില്ല. അമ്മാതിരി അവസ്ഥയിലാണ്. എന്ന് വെച്ചാൽ യാതൊരു തരത്തിലുമുള്ള കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടാവുന്നില്ല അവിടെ. 1ഉം 2ഉം ഒക്കെ മാറ്റി നിർത്തിയാൽ കൂടുതലും പഴഞ്ചൻ ബോട്ടുകളാണ്. എങ്ങനെ ധൈര്യത്തിൽ അതിൽ കയറി പോകും? പോകുന്നവരൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷേ വലിയ റിസ്ക് എടുക്കേണ്ടി വരും പല ബോട്ടുകളിലും കയറുമ്പോൾ. അത്രയും കാലഹരണപ്പെട്ടതാണ് പല ബോട്ടുകളും. അപ്പോൾ ഈ തരത്തിൽ നമ്മുടെ ജലഗതാഗത മേഖലയിൽ കാലാനുസൃതമായ മാറ്റം ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. അവിടെയാണ് ഇന്ത്യ ഗവൺമെന്റ് ഇപ്പോൾ ഇൻലാൻഡ് വാട്ടർവേസിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നു എന്നും ഈ ഒരു രംഗത്ത് ഒരു പുതിയ ഇൻഫ്രാസ്ട്രക്ചർ തന്നെ വളരെ വേഗത്തിൽ വരുന്ന വർഷങ്ങളിൽ ഡെവലപ്പ് ചെയ്യുന്നു എന്നുമുള്ളൊരു വാർത്ത കേൾക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇതിന്റെ തുടക്കമൊക്കെ നമ്മൾ ഗംഗാ റിവറിലെല്ലാം കണ്ടു. ഇന്ത്യയിൽ നിന്ന് മറ്റ് പ്രദേശങ്ങളെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ജലഗതാഗത സംവിധാനങ്ങളും ടൂറിസ്റ്റുകളെ കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങളും ഒക്കെ നമ്മൾ കണ്ടു. പുതിയ കപ്പലുകളും ബോട്ടുകളും ഒക്കെ അവതരിപ്പിക്കുന്നത് കണ്ടു. നല്ല കാര്യമാണ്. ഇന്ത്യ എന്തായാലും ഒരു യൂറോപ്പ് US മാതൃകയിൽ നമ്മുടെ രാജ്യത്തിനകത്തുള്ള ഇത്തരത്തിലുള്ള നദികളെയും ജലാശയങ്ങളെയും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിശാലമായ രീതിയിലുള്ള വാട്ടർവേസ് നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്.
ഇക്കാര്യത്തിൽ ഏറ്റവും അധികം ശോഭിക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനം നമ്മുടെ കേരളമാണ്. ദൗർഭാഗ്യവശാൽ നമ്മുടെ പാർവതി പുത്തനാറ് പോലും അതിന്റെ അവസ്ഥ തന്നെ വളരെ ശോചനീയമാണ്. പല സർക്കാരുകളും ശ്രമിച്ചു ഒന്ന് ശരിയാക്കിയെടുക്കാൻ, പക്ഷെ എങ്ങും എത്തുന്നില്ല. പാർവതി പുത്തനാറിന്റെ അവസ്ഥ എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് താമസിക്കുന്നവർക്ക് അറിയാം, അല്ലാതെ തിരുവനന്തപുരത്ത് വന്നുപോയിട്ടുള്ളവരും കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും എത്ര മനോഹരമായി നഗരത്തിന്റെ ഹൃദയഭാഗങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന പാർവതി പുത്തനാറ്. അതിന്റെ കൈവഴികളുണ്ട് ഒരുപാട്. അതോടൊപ്പം തന്നെ കരമനയാറ് പോലെയുള്ള പ്രധാനപ്പെട്ട ജലാശയങ്ങൾ വേറെയുമുണ്ട്. ഇതൊക്കെ തന്നെ നമ്മുടെ നാടിന്റെ ഭംഗി കൂട്ടുന്നതിനും ടൂറിസം രംഗത്ത് ഉപയോഗപ്പെടുത്തുന്നതിനും ചരക്ക് നീക്കത്തിനുമൊന്നും വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ കാലാകാലങ്ങളായിട്ട് നമുക്ക് കഴിയാതെ പോയി. അപ്പൊ അത് വലിയൊരു പോരായ്മ തന്നെയാണ്. ഇനി അത് സാധ്യമാകുമോ എന്നതും വലിയൊരു ചോദ്യമാണ്. കാരണം പലയിടങ്ങളിലും അനധികൃതമായിട്ടുള്ള കുടിയേറ്റങ്ങൾ, യാതൊരു തരത്തിലുമുള്ള ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ചിന്തകളില്ലാത്ത തരത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള പാലങ്ങൾ, റോഡുകൾ, ഇതെല്ലാം ഈ വാട്ടർ വേസ് തിരിച്ചു കൊണ്ടുവരുന്നതിന് ഒരു വലിയ തടസ്സം തന്നെയാണ്. ഇതിനെക്കുറിച്ച് നിരവധി വാർത്താ മാധ്യമങ്ങളെല്ലാം തന്നെ ലേഖനങ്ങളും വാർത്തകളും ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും പാർവതി പുത്തനാറ് മാലിന്യമൊക്കെ അടിഞ്ഞുകൂടി കിടക്കുന്ന ഒരു പ്രദേശം മാത്രമാണ്. ഏകദേശം 15 കോടിയൊക്കെ ചെലവഴിച്ചുകൊണ്ട് വലിയ പദ്ധതികളൊക്കെ നടപ്പിലാക്കിയതായിട്ട് ഇടയ്ക്ക് കണ്ടിരുന്നു. പക്ഷെ ഒന്നും എവിടെയും എത്തിയില്ല. എന്തായാലും പാർവതി പുത്തനാറിന്റെ കാര്യത്തിൽ എന്താകുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്ത്യ ഗവൺമെന്റ് ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. രാജ്യത്തിനകത്ത് ജലാശയങ്ങളെല്ലാം തന്നെ കണക്ട് ചെയ്തുകൊണ്ടുള്ള മനോഹരമായ ഒരു ഗതാഗത സംവിധാനം ഡെവലപ്പ് ചെയ്യുക. 2047 ഒരു വികസിത രാഷ്ട്രമാകാനായിട്ട് തയ്യാറെടുക്കുന്ന ഇന്ത്യ ഇത്തരത്തിലുള്ള ജലഗതാഗത സംവിധാനങ്ങളെയും പരമാവധി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിലൂടെ നമുക്ക് ലോജിസ്റ്റിക്സിന്റെ കോസ്റ്റ് ഒരു 8% വരെ കുറയ്ക്കാൻ കഴിയുമെന്നുള്ള ഒരു വലിയൊരു മറ്റൊരു വശം കൂടിയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. ഒപ്പം ഒരു നല്ല രീതിയിലുള്ള ഒരു ടൂറിസ്റ്റ് ഒരു സാഹചര്യം ഇപ്പോൾ ചൈനയിലും യൂറോപ്പിലും ഒക്കെ ഉള്ളതുപോലെ ഇന്ത്യയിൽ നമുക്ക് കൊണ്ടുവരാനും സാധിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.